ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാറ്റിൻ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ ചെയ്യേണ്ടത് ആ ഒരു ക്ലോത്ത് എടുക്കുക. ഇതിൻ്റെ വീതി ഞാൻ കൊടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. ഇതിൻ്റെ 4 ഇഞ്ച് മതിയാവും. പിന്നെ ഇതിൻ്റെ നീളം ഞാൻ കൊടുത്തിട്ടുള്ളത് 25 ഇഞ്ചാണ്. 25 ഇഞ്ചുള്ളത് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ ഫ്ലവറാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വലുതാക്കിയിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് സാറ്റിനാണ് കേട്ടോ ക്ലോത്ത് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചെറിയൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് വലുതാവണതിനനുസരിച്ച് ഇതിൻ്റെ നീളം അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് മടക്കിയിട്ട് പിന്നെ സാധാ സ്റ്റിച്ച് ചെയ്യണ പോലെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അത് നല്ലപോലെ വൃത്തിയിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ ചുളിഞ്ഞിട്ടും ഒക്കെ നിൽക്കും, അത് ശ്രദ്ധിക്കണ്ട. അതിൻ്റെ താഴെ ഒപ്പം ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഇതേപോലെ ക്രോസാക്കി മടക്കിയിട്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മെഷീനിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് മടക്കിയിട്ട് അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളത് പിന്നെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ സാധാരണ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കില്ല, ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കില്ല, അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നീളം കൂടിയതിനനുസരിച്ച് നമുക്ക് നല്ല ഒരു ഉണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിരിഞ്ഞിട്ടൊക്കെ ആ ഒരു നിൽക്കും, അത് കുഴപ്പമില്ല. ഇനി ഒരു തലക്കുന്ന നമുക്കിങ്ങനെ പിരിച്ച് തുടങ്ങാം കേട്ടോ. റോൾ ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ല ക്ഷമയിൽ ഇങ്ങനെ റോൾ ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ പോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക. ചിലപ്പോൾ കുറച്ച് ലൂസാക്കിയാലായിരിക്കും ആവുക, അങ്ങനെ കുറച്ച് ടൈറ്റാക്കി അതിനനുസരിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ കിട്ടും ലാസ്റ്റ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഫ്ലവർ വെക്കൂലേ, അതിൻ്റെ അറ്റത്തായിട്ട് നന്നായിട്ട് സൂചിയിട്ട് തുന്നി കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാം. അതൊന്നും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യുക. ഇത് മൊത്തം നമ്മൾ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് സൂചി കൊണ്ട് ഫുള്ള് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതൽ നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാൻ, കുറച്ചും കൂടെ ആ ഒരു ഇതൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് സൂചിയിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ.